വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ വായന ഭാഗം ഉൽപ്പത്തി പുസ്തകം 13 മുതൽ 15 വരെയുള്ള അധ്യായങ്ങളാകുന്നു. ഇന്നത്തെ കുറിവാക്യം ഉൽപ്പത്തി പുസ്തകം 13 അധ്യായം 8 വാക്യം. അതുകൊണ്ട് അബ്രാം ലോത്തിനോട്, എനിക്കും നിനക്കും എൻ്റെ ഇടയന്മാർക്കും നിന്റെ ഇടയന്മാർക്കും തമ്മിൽ പിണക്കം ഉണ്ടാകരുതേ, നാം സഹോദരന്മാരല്ലോ. പരസ്പര ബന്ധങ്ങളിലാണ് മനുഷ്യജീവിതം സാധ്യമാകുന്നത്. സുന്ദരമായ ആ ജീവിതത്തിൽ എപ്പോഴും ദൈവ സാന്നിധ്യം അനുഭവവേദ്യമാകുവാൻ സാധിക്കും. എന്നാൽ സമ്പത്ത് വർദ്ധിക്കുമ്പോൾ ഈ ബന്ധങ്ങളിൽ വിള്ളൽ വീഴുവാനുള്ള സാധ്യതകൾ ഏറെയാണ്. ഇന്നത്തെ വായന ഭാഗത്തും നമുക്കതാണ് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഈജിപ്തിൽ നിന്നും മടങ്ങി വരുന്ന അബ്രാമും ആടുമാടുകളും വിലയേറിയ വസ്തുക്കളും കൊണ്ട് അതിസമ്പന്നനായിരുന്നു. കൂടെ ഉണ്ടായിരുന്ന ലോത്തും സമ്പന്നനായിരുന്നു. അങ്ങനെ സമ്പത്തിന്റെ വർധന ബന്ധങ്ങൾ നഷ്ടമാകുവാൻ അവിടെ കാരണമായി തീർന്നു. ഇവിടെ അബ്രാം വിവേചന ബുദ്ധിയോടെ ഇടപെടുന്നതായി കാണുന്നു. എങ്ങനെ അബ്രഹാമിന് ആ സംഭവത്തെ നേരിടുവാനായിട്ട് സാധിച്ചു? ഒന്ന്, വളരുന്ന ദൈവ ആശ്രയ ബോധം. അബ്രഹാമിന് സമ്പത്ത് കൂടിയപ്പോഴും അവനിൽ ദൈവാശ്രയം വളരുകയുണ്ടായി. തൻ്റെ യാത്രയുടെ ഓരോ പടവുകളിലും ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനായിട്ട് സാധിച്ചു. സമ്പത്ത് എത്ര വർദ്ധിക്കുന്നുവോ അതിനും ഒരു പടി മുകളിലായിരുന്നു ദൈവത്തിന് അബ്രഹാം നൽകിയിരുന്ന സ്ഥാനം. കനാനിലേക്കുള്ള യാത്രയിൽ ഓരോ ഇടങ്ങളിലും യാഗപീഠം നിർമ്മിച്ച് ആരാധന നടത്തുന്നു. യാഗപീഠങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള യാത്രയായിരുന്നു അബ്രഹാമിൻ്റേത്. അബ്രഹാം കൂടാരം അടിക്കുന്നയിടത്ത് യാഗപീഠവും കാണും. യാഗപീഠം നിലനിൽക്കുന്നതിനാലാണ് തൻ്റെ കൂടാരവും നിലനിൽക്കുന്നത് എന്ന് അബ്രഹാം മനസ്സിലാക്കുന്നു. എന്നാൽ ലോത്ത് യാഗപീഠമില്ലാതെ, അതിൽ അർപ്പിക്കുവാൻ ഒന്നുമില്ലാതെ, ലക്ഷ്യമില്ലാത്ത ഒരു യാത്രയായിരുന്നു നയിച്ചുകൊണ്ടിരുന്നത്. അതിനാൽ ദൈവമുഖത്തേക്ക് നോക്കുവാൻ മനസ്സില്ലാതിരുന്ന ലോത്ത് തൻ്റെ സമൃദ്ധിയിലേക്ക് അഥവാ താഴേക്ക് നോക്കുന്നു. ലോത്തിന്റെ ഭാര്യ പുറകിലേക്ക് നോക്കുന്നു. എന്നാൽ ഈ മാതാപിതാക്കളുടെ മക്കൾ ചുറ്റുപാടും നോക്കി അധപതനത്തിന്റെ അവസ്ഥയിലേക്ക് എത്തുന്നു. പ്രിയമുള്ളവരെ, സമ്പത്ത് നമുക്ക് ആവശ്യമാണ്. എന്നാൽ ലക്ഷ്യം, ആശ്രയം ഇവ ദൈവത്തിലാകണം. രണ്ടാമതായിട്ട്, വളരുന്ന ത്യാഗ മനോഭാവം. തിരഞ്ഞെടുക്കുവാനും തീരുമാനമെടുക്കുവാനുമുള്ള എല്ലാ സ്വാതന്ത്ര്യവും അധികാരവും ഉണ്ടായിരിക്കെ അബ്രാം പക്വമതിയായി അതിനുള്ള അവസരം ലോത്തിന് നൽകുന്നു. ഇവിടെ അബ്രാമിൻ്റെ ത്യാഗത്തെയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. വെട്ടിപ്പിടിക്കുന്നതിലല്ല, വിട്ടുകൊടുക്കുന്നതാണ് ത്യാഗം. മാത്രമല്ല, എനിക്ക് വേണ്ടാത്തതല്ല ഞാൻ വിട്ടുകൊടുക്കേണ്ടത്. എനിക്ക് അത്യാവശ്യമായത്, എനിക്ക് അവകാശപ്പെട്ടത് ഞാൻ മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കുവാനായിട്ട് ശ്രമിക്കുമ്പോഴാണ് ത്യാഗം എന്നുള്ള നല്ല ഗുണം നമ്മളിൽ കാണുന്നത്. ഇവിടെ ബന്ധങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന അബ്രാം പറയുന്നത് നാം സഹോദരന്മാരല്ലോ എന്നാണ്. എന്നാൽ ദൈവാശ്രയമില്ലാതെ ബന്ധങ്ങൾക്ക് വേണ്ട പ്രാധാന്യം കൽപ്പിക്കാതെ ജീവിച്ച ലോത്ത് മടങ്ങി വന്നു. അതെങ്ങനെയായിരുന്നു? വിശ്വാസയാത്രയിലല്ല, വിലാപയാത്രയിലൂടെ അദ്ദേഹം മടങ്ങി വരുന്നതായിട്ട് നമുക്ക് കാണാം. ഭാര്യയെ നഷ്ടപ്പെട്ട് മക്കൾ അധപ്പതിച്ചു പോയ അവസ്ഥയിൽ അദ്ദേഹം മടങ്ങി വന്നു. പ്രിയമുള്ളവരെ, പ്രലോഭന സംസ്കാരത്തിൻ്റെ മധ്യത്തിലെ തിരഞ്ഞെടുപ്പുകളാണ് നമ്മെ തന്നെ നിർണയിക്കുന്നതും വിലയിരുത്തുന്നതും. അതിനാൽ കാഴ്ചകൾക്കനുസൃതമായി തിരഞ്ഞെടുപ്പുകൾ നടത്താതെ തികഞ്ഞ ദൈവാശ്രയത്തോടെ തീരുമാനങ്ങൾ എടുക്കുവാനും ത്യാഗ മനോഭാവത്തോടെ ജീവിക്കുവാനും നമുക്ക് സാധിക്കണം. അങ്ങനെ അബ്രഹാമിനെ പോലെ അനുഗ്രഹകരമായി ജീവിക്കുവാൻ ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ ദൈവമേ, ഇന്നത്തെ പുത്തൻ സംസ്കാരങ്ങളുടെ മധ്യത്തിൽ അർത്ഥവത്തായും ദൈവഹിതം മനസ്സിലാക്കിയും ജീവിപ്പാനും ബന്ധങ്ങൾക്ക് പ്രാധാന്യം നൽകുവാനും ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ആമേൻ.